ബില്ലിങ്ങിൽ മുഴുവൻ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ, ഏതെങ്കിലും സ്പേസ് ഔട്ട് ചെയ്തതും ബാക്കി കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആണോ, ടൈമിലി അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇതൊക്കെ കാര്യങ്ങൾ മുഴുവൻ അഡ്മിനിസ്ട്രേഷൻ ലെവലിനകത്ത് വരുന്ന കാര്യങ്ങൾ. എൻ്റെ പേര് വിസ്മയ. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻ്റാണ്. ലാബിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓരോ മെഷീൻസിൻ്റെ യൂസും പിന്നെ അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വേരിയസ് ആയിട്ടുള്ള ടെക്നോളജീസിനെയും ഫെസിലിറ്റീസിനെയും പറ്റി അറിയാൻ പറ്റി. ഇവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം വളരെ കോപ്പറേറ്റീവ് ആൻഡ് സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, ടെക്നിക്കൽ ഫീൽഡ് മാത്രമല്ല, ഞങ്ങൾക്ക് കുറച്ചും കൂടി അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡും കൂടി അറിയാൻ പറ്റി. സ്റ്റാഫും എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാവരും നല്ലപോലെ പറഞ്ഞു തന്നു. പിന്നെ ഒരു അഡ്മിൻ എന്നുള്ള രീതിയിലുള്ള റിസപ്ഷൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു. ഇത് ഒരുക്കി തന്ന എസ്പാത്തിനും പിന്നെ കൂടെ നിന്ന ക്രിസൻറ്റ് എജ്യൂടെക്കിനും താങ്ക്സ്. എൻ്റെ പേര് നിഹാൽ. ഞാൻ ക്രിസൻറ്റിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻ്റാണ്. ഞങ്ങളെ വിസിറ്റിനായിട്ട് ഇന്ന് എസ്പാത്ത് ലാബിലാണ് വന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ലാബിലായിട്ട് മെഷീനറി വർക്ക്സ് ആയിട്ടുള്ള ഫുൾ കാര്യങ്ങളും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ സ്ട്രക്ചർ ഫുള്ളായിട്ടും എല്ലാം നല്ല ഡീപ്പായിട്ട് പറഞ്ഞു തന്നു. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇവിടെ വർക്കും കാര്യങ്ങളെല്ലാം സാർമാരും ഓരോരുത്തർ ഓരോ മെഷീനറി ചെന്നുകൊണ്ട് കാണിച്ചു തന്ന് ഞങ്ങൾക്ക് ഫുള്ള് പ്രോപ്പറായിട്ടെല്ലാം ചെയ്ത് കാണിച്ചു തന്നത് ചെയ്തു. അപ്പോൾ എസ്പാത്തിന് ഞങ്ങളെ വക സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ ക്രിസൻറ്റിൽ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി സെറ്റ് ചെയ്ത് തന്നതിന് ക്രിസൻറ്റിനും താങ്ക്സ് ഉണ്ട്.